നമസ്കാരം, ചെസ് ബാറ്റിൽസ് മലയാളത്തിലേക്ക് സ്വാഗതം. നമ്മുടെ ഒളിമ്പ്യാഡിന്റെ 7 റൗണ്ടുകൾ പൂർത്തിയായിരിക്കുകയാണ്. 7 റൗണ്ടുകൾ കഴിയുമ്പോഴും പതുപോലെ ഇന്ത്യ ഒന്നാം സ്ഥാനത്ത് തന്നെ തുടരുകയാണ്. ഈ റൗണ്ടിലും ഒരുപാട് മികച്ച ഗെയിമുകൾ ഉണ്ടായിരുന്നു. അതിൽ ഫാറോ ഐലൻഡും സൗത്ത് കൊറിയയും തമ്മിൽ നടന്ന ഒരു ഗെയിം നോക്കാം. കിങ്സോക് ലീയും ലൂട്ടൺ ആപ്പോളും തമ്മിൽ നടന്ന മത്സരം. ഈ ഗെയിമിൽ ആപ്പോൾ വൈറ്റ് സൈഡും ലീ ബ്ലാക്ക് സൈഡുമാണ് കളിക്കുന്നത്. ഗെയിമിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഒരു സന്തോഷ വാർത്ത പറയാനുണ്ട്. നമ്മുടെ ചാനലിൽ ഒരു ഗീവ് അവേ നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇന്ത്യയിലെ നമ്പർ 1 ചെസ് അക്സസറീസ് നിർമ്മാതാക്കളായ പാരാമൗണ്ട് ചെസ് ആണ് സമ്മാനങ്ങൾ സ്പോൺസർ ചെയ്യുന്നത്. അതിനെക്കുറിച്ചുള്ള വിശദമായിട്ടുള്ള വീഡിയോ ഇന്ന് തന്നെ വരുന്നതായിരിക്കും. നമുക്ക് ഈ ഗെയിമിൽ എന്താണ് സംഭവിച്ചതെന്ന് നോക്കാം. വൈറ്റ് D4 മൂവ് ചെയ്തുകൊണ്ട് ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നു. ബ്ലാക്ക് D5 മൂവ് ചെയ്യുന്നു. വൈറ്റ് C4 മൂവ് ചെയ്തുകൊണ്ട് ക്വീൻസ് ക്യാമ്പിറ്റിലേക്ക് പോകുന്നു. ബ്ലാക്ക് E6 മൂവ് ചെയ്തുകൊണ്ട് അത് ഡിക്ലൈൻ ചെയ്യുന്നു. വൈറ്റ് നൈറ്റിനെ F3ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. ബ്ലാക്ക് നൈറ്റിനെ F6ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. വൈറ്റ് അടുത്ത നൈറ്റിനെ C3ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. ബ്ലാക്ക് നൈറ്റിനെ D7ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. ഇവിടെ വൈറ്റ് ബിഷപ്പിനെ F4ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. ബ്ലാക്ക് C6 മൂവ് ചെയ്യുന്നു. വൈറ്റ് E3 മൂവ് ചെയ്തുകൊണ്ട് ബിഷപ്പിന്റെ ഡയഗണൽ ഓപ്പൺ ചെയ്യുന്നു. ബ്ലാക്ക് ബിഷപ്പിനെ E7ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. ഇവിടെ വൈറ്റ് H3 മൂവ് ചെയ്യുന്നു. ബ്ലാക്ക് കിങ്സിലേക്ക് കാസ്ലിംഗ് ചെയ്യുന്നു. വൈറ്റ് ക്വീനെ C2ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. ബ്ലാക്ക് ക്വീനെ A5ലേക്ക് കൊണ്ടുവന്ന് വൈറ്റിന്റെ നൈറ്റിനെ പിൻ ചെയ്യുന്നു. ഇനി ബ്ലാക്കിന്റെ ബിഷപ്പ് കൂടെ B4ലേക്ക് വന്നാൽ ഈ അറ്റാക്ക് സ്ട്രോങ് ആകും. അതുകൊണ്ട് വൈറ്റ് A3 മൂവ് ചെയ്തുകൊണ്ട് B4 സ്കോർ കൺട്രോൾ ചെയ്യുന്നു. ബ്ലാക്ക് പോൺ വെച്ച് പോണോട്ടുന്നു. വൈറ്റ് ബിഷപ്പ് വെച്ച് തിരിച്ചിട്ടുന്നു. ഇതോടെ ബ്ലാക്കിന് ക്വീൻ സൈഡിലെ പോണുകളെ ഒരു അറ്റാക്കിലൂടെ തന്നെ മുന്നോട്ടേക്ക് കൊണ്ടുവരാൻ അവസരം കിട്ടിയിരിക്കുകയാണ്. ബ്ലാക്ക് B5 മൂവ് ചെയ്തുകൊണ്ട് വൈറ്റിന്റെ ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യുന്നു. വൈറ്റ് ബിഷപ്പിനെ A2ലേക്ക് മൂവ് ചെയ്യുന്നു. ഈ സമയത്ത് അതേ പോണിനെ തന്നെ B4ലേക്ക് കൊണ്ടുവന്ന് വൈറ്റിന്റെ നൈറ്റിനെ അറ്റാക്ക് ചെയ്യുന്നു. വൈറ്റ് പോൺ വെച്ച് പോണോട്ടുന്നു. ബ്ലാക്ക് ക്വീന് വെച്ച് തിരിച്ചുവിട്ടുന്നു. അതിനുശേഷം വൈറ്റ് കിങ് സൈഡിലേക്ക് കാസ്ലിംഗ് ചെയ്യുന്നു. ഇവിടെ തന്നെ ബ്ലാക്കിന് ഒരു ബിഷപ്പ് ഡെവലപ്പ് ആവുന്നുണ്ട്. ബ്ലാക്ക് ആ ബിഷപ്പിനെ B7ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഈ ഡയഗണിലേക്ക് ഒരു കൺട്രോൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. വൈറ്റ് E4 മൂവ് ചെയ്യുന്നു. ബ്ലാക്ക് C5 മൂവ് ചെയ്തുകൊണ്ട് വൈറ്റിന്റെ പോണിനെ അറ്റാക്ക് ചെയ്യുന്നതോടൊപ്പം ഈ ബിഷപ്പിന്റെ ഡയഗണലും ഓപ്പൺ ചെയ്യുന്നു. എന്നാൽ വൈറ്റ് ഇപ്പോൾ പോൺ വെച്ച് പോണോട്ടാനോ അല്ലെങ്കിൽ ആ പോണിന് ഒരു സപ്പോർട്ട് കൊടുക്കാനോ ശ്രമിക്കുന്നില്ല. പകരം E5 മൂവ് ചെയ്തുകൊണ്ട് ബ്ലാക്കിന്റെ നൈറ്റിനെ അറ്റാക്ക് ചെയ്യുന്നു. ബ്ലാക്ക് നൈറ്റിനെ H5ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് വൈറ്റിന്റെ ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യുന്നു. വൈറ്റ് ബിഷപ്പിനെ D2ലേക്ക് മൂവ് ചെയ്യുന്നു. ഈ സമയത്ത് ബ്ലാക്ക് ഒരു എക്സ്ചേഞ്ചിലേക്ക് പോവാണ്. ബിഷപ്പ് വെച്ച് വൈറ്റിന്റെ നൈറ്റിനെ എടുത്തുകൊണ്ട് D4ലെ പോണുണ്ടായിരുന്ന ഒരു സപ്പോർട്ട് ഒഴിവാക്കുന്നു. എന്നാൽ വൈറ്റ് ഇപ്പോൾ പോൺ വെച്ച് ആ ബിഷപ്പിനെ തിരിച്ചു വിട്ടുന്നില്ല. പകരം അടുത്ത നൈറ്റിനെ കൂടെ സാക്രിഫൈസ് ചെയ്യാണ്. നൈറ്റിനെ D5ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് നൈറ്റിനെ സാക്രിഫൈസ് ചെയ്യുന്നു. ബ്ലാക്കിന് ഇപ്പോൾ ഈ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം നൈറ്റ് ഇങ്ങോട്ടേക്ക് മാറിയതോടെ ബ്ലാക്കിന്റെ ക്വീനെതിരെ ഡിസ്കവർ അറ്റാക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ബ്ലാക്ക് ക്വീൻ അറ്റാക്കിൽ നിന്ന് മാറ്റാണ്. ക്വീനെ B7ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് ആ നൈറ്റിനെതിരെ ഒരു അറ്റാക്ക് കൂടെ കൊണ്ടുവരുന്നു. എന്നാൽ വൈറ്റിനിവിടെ ഒരു ചെക്കോട് കൂടി ബ്ലാക്കിന്റെ ബിഷപ്പിനെ എടുക്കുന്ന അവസരമുണ്ട്. വൈറ്റ് നൈറ്റ് ഉപയോഗിച്ച് ബിഷപ്പിനെ എടുത്തുകൊണ്ട് ചെക്ക് കൊടുക്കുന്നു. ബ്ലാക്ക് കിങ്ങിനെ H8ലേക്ക് മൂവ് ചെയ്യുന്നു. അതിനുശേഷം പോൺ ഉപയോഗിച്ച് ബിഷപ്പിനെ എടുക്കുന്നു. ഇതോടെ വൈറ്റിന്റെ കിങ് സൈഡിലെ പോൺ സ്ട്രക്ചർ വീക്ക് ആയിട്ടുണ്ടെങ്കിലും വൈറ്റിനിപ്പോൾ ഒരു ബിഷപ്പ് പൂർണ്ണമായും ലാഭം കിട്ടിയിട്ടുണ്ട്. ബ്ലാക്കിന് ഇപ്പോൾ വേണമെങ്കിൽ കിമിനെ വെച്ച് ഈ F3ലെ പോണിനെ കൂടെ വെട്ടിയെടുക്കാം. എന്നാൽ ഇവിടെ ഇപ്പോൾ വൈറ്റിന്റെ ഈ നൈറ്റിന് തിരിച്ചു പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. എല്ലാ സ്കോറിലേക്കും അറ്റാക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെ ബ്ലാക്ക് ആ നൈറ്റിനെ ട്രാപ്പ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. റൂക്കിനെ E8ലേക്ക് കൊണ്ടുവന്ന് വൈറ്റിന്റെ നൈറ്റിനെ അറ്റാക്ക് ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ ബിഷപ്പിനെ G5ലേക്ക് കൊണ്ടുവന്ന് ആ നൈറ്റിനെ സപ്പോർട്ട് കൊടുക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ബ്ലാക്കിന് F6 മുതലുകൊണ്ട് ആ ബിഷപ്പിന്റെ അറ്റാക്ക് കൊടുക്കാം. പോൺ വെച്ച് പോണിട്ടാലും നൈറ്റ് വെച്ച് തിരിച്ചെട്ടിക്കൊണ്ട് ആ സപ്പോർട്ട് ഒഴിവാക്കാം. അതുകൊണ്ട് വൈറ്റ് ഇപ്പോൾ ബിഷപ്പ് വെച്ച് നൈറ്റിനെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നില്ല. പകരം മറ്റൊരു മികച്ച മൂവാണ് ചെയ്യുന്നത്. ബിഷപ്പിനെ B1ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് ആ നൈറ്റിനെ സാക്രിഫൈസ് ചെയ്യുന്നു. ബ്ലാക്ക് ഇപ്പോൾ റൂക്ക് വെച്ച് നൈറ്റിനോട്ടാണെങ്കിൽ ക്വീന് വെച്ച് പോണോട്ട് ചെക്ക് വരുമ്പോൾ അപ്പോൾ തന്നെ ചെക്ക്മേറ്റ് ആവും. അതുകൊണ്ട് ബ്ലാക്ക് ആദ്യം F5 മൂവ് ചെയ്തുകൊണ്ട് ഈ ഡയഗണൽ ക്ലോസ് ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ ബിഷപ്പ് വെച്ച് ആ നൈറ്റിനെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയ വേരിയേഷൻസിലേക്കായിരിക്കും പോകുന്നത്. അത് ഒഴിവാക്കുന്നതിനായിട്ട് വൈറ്റ് ലാഭം കിട്ടിയ പീസിനെ തിരിച്ചു കൊടുക്കുകയാണ്. നൈറ്റ് വെച്ച് F5ലെ പോൺ എടുത്തുകൊണ്ട് ആ നൈറ്റിനെ തിരിച്ചു കൊടുക്കുന്നു. ബ്ലാക്ക് ഇപ്പോൾ പോൺ വെച്ച് നൈറ്റിനെ വിട്ടില്ലെങ്കിൽ അടുത്ത മൂവിൽ ഈ നൈറ്റിനെ മാറ്റിക്കൊണ്ട് ബ്ലാക്കിന്റെ ക്വീനെയും റൂക്കിനെയും ഫോർക്ക് ചെയ്യാനും അതിനോടൊപ്പം ഇങ്ങനൊരു മേറ്റിംഗ് ത്രെഡ് വീണ്ടും കൊടുക്കാനും സാധിക്കും. അതുകൊണ്ട് ബ്ലാക്ക് ആ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യാണ്. പോൺ വെച്ച് നൈറ്റിനെ എടുക്കുന്നു. ഈ സമയത്ത് വൈറ്റ് ക്വീൻ വെച്ച് ആ പോണിനെ എടുത്തുകൊണ്ട് ഇങ്ങനൊരു ഡബിൾ അറ്റാക്ക് കൊടുക്കുന്നു. ഇപ്പോൾ ഒരു ചെക്ക്മേറ്റ് ഫിഷിനും ഉണ്ട്. അതിനോടൊപ്പം നൈറ്റിനെതിരെ അറ്റാക്കും ഉണ്ട്. ബ്ലാക്ക് G6 മൂവ് ചെയ്തുകൊണ്ട് ഈ രണ്ട് പ്രശ്നങ്ങളും ഒരുമിച്ച് വരിയിരിക്കുന്നു. ഇപ്പോൾ വൈറ്റിന്റെ ക്വീനെതിരെ അറ്റാക്കാണ്. എന്നാൽ വൈറ്റ് ആ ക്വീനെ അറ്റാക്കിൽ നിന്ന് മാറ്റുന്നില്ല. പകരം ഒരു കൗണ്ടർ അറ്റാക്കിന് ശ്രമിക്കുകയാണ്. ബിഷപ്പിനെ E4ലേക്ക് കൊണ്ടുവന്ന്
ബ്ലാക്കിൻ്റെ ക്വീനെ അറ്റാക്ക് ചെയ്യുന്നു. എന്നാൽ ബ്ലാക്ക് ഇപ്പോൾ ഒരു ക്വീൻ എക്സ്ചേഞ്ചിലേക്ക് പോകുന്നില്ല. ഇവിടെ വൈറ്റിൻ്റെ ബി2ലെ പോണിന് യാതൊരു സപ്പോർട്ടില്ലാതിരിക്കുകയാണ്. ക്വീൻ ഉപയോഗിച്ച് ബി2ലെ പോണിനോട് എടുത്തുകൊണ്ട് വൈറ്റിൻ്റെ ബിഷപ്പിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നതോടൊപ്പം ക്വീനെതിരെയുള്ള അറ്റാക്കും നിലനിർത്തുന്നു. ഇപ്പോൾ ബ്ലാക്കിൻ്റെ ക്വീൻ ഇങ്ങോട്ടേക്ക് മാറിയത് കാരണം ബ്ലാക്കിൻ്റെ നൈറ്റിന് സപ്പോർട്ടില്ലാതിരിക്കുകയാണ്. അതുകൊണ്ട് വൈറ്റ് ക്വീൻ ഉപയോഗിച്ച് ആ നൈറ്റിനെ എടുക്കുന്നു. ബ്ലാക്ക് ഇപ്പോൾ ക്വീൻ ഉപയോഗിച്ച് ബിഷപ്പിനെ എടുക്കുകയാണെങ്കിൽ വൈറ്റിന് ഈ ബിഷപ്പ് വെച്ച് ബ്ലാക്കിൻ്റെ റൂക്കിനെ എടുക്കാൻ പറ്റും. അതുകൊണ്ട് ബ്ലാക്ക് ആദ്യം ആ അറ്റാക്കുള്ള റൂക്കിനെ D8ലേക്ക് കൊണ്ടുവന്ന് വൈറ്റിൻ്റെ ക്വീനെ അറ്റാക്ക് ചെയ്യുന്നു. വൈറ്റ് ക്വീനെ G4ലേക്ക് മൂവ് ചെയ്ത ശേഷം ക്വീൻ വെച്ച് ബിഷപ്പിനെ എടുക്കുന്നു. ഇതോടെ വൈറ്റിൻ്റെ D4ലെ പോണിനെതിരെ 3 പീസുകൾ വെച്ച് അറ്റാക്ക് വന്നിട്ടുണ്ട്. വൈറ്റ് ഇപ്പോൾ പോൺ വെച്ച് പോൺ എടുക്കുകയാണെങ്കിൽ E5ലെ പോണുള്ള സപ്പോർട്ട് നഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ റൂക്ക് ഉപയോഗിച്ച് ആ പോണിനെ എടുക്കാൻ കഴിയും. അതുകൊണ്ട് വൈറ്റ് ഇപ്പോൾ പോൺ ഉപയോഗിച്ച് പോൺ ഇട്ടാനോ അല്ലെങ്കിൽ ആ പോണിന് എന്തെങ്കിലും സപ്പോർട്ട് കൊടുക്കാനോ ശ്രമിക്കുന്നില്ല. പകരം റൂക്ക് ഉപയോഗിച്ച് ബ്ലാക്കിൻ്റെ സപ്പോർട്ടില്ലാത്ത A7ലെ പോണിനെ വെട്ടിയെടുക്കുന്നു. ഇവിടെ ബ്ലാക്ക് നഷ്ടപ്പെട്ട പോണിന് പകരം വൈറ്റിൻ്റെ പോണിനെ എടുക്കുകയാണ്. ക്വീൻ ഉപയോഗിച്ച് D4ലെ പോണിനെ വെട്ടിയെടുക്കുന്നു. ഇതോടെ വൈറ്റിൻ്റെ E5ലെ പോണിനെതിരെ 2 പീസുകൾ വെച്ച് അറ്റാക്ക് വന്നിട്ടുണ്ട്. അതിനോടൊപ്പം ബ്ലാക്കിൻ്റെ ഈ പോൺ പാസ്ഡ് പോണായിട്ട് മാറിയിട്ടുമുണ്ട്. എന്നാൽ വൈറ്റിൻ്റെ അടുത്ത മൂവോടെ ബ്ലാക്ക് തോൽവി സമ്മതിക്കുകയായിരുന്നു. ഈ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്ത ശേഷം വൈറ്റിൻ്റെ അടുത്ത മൂവ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. എല്ലാവരും കണ്ടുപിടിച്ചാണെന്ന് പ്രതീക്ഷിക്കുന്നു. ശരിക്കും ഇവിടെ അടുത്ത 3 മൂവിൽ ചെക്ക്മേറ്റ് ആണ്. വൈറ്റ് ഇവിടെ ഒരു സാക്രിഫൈസ് ഇട്ടാണ് അറ്റാക്ക് ആരംഭിക്കുന്നത്. റൂക്ക് ഉപയോഗിച്ച് H7ലെ പോയിന്റ് എടുത്തുകൊണ്ട് ചെക്ക് കൊടുക്കുന്നു. ഇവിടെ ഇപ്പോൾ ബ്ലാക്കിന് 2 ഓപ്ഷനേ ഉള്ളൂ. ഒന്നുകിൽ ആ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ കിങ്ങിനെ G8ലേക്ക് മൂവ് ചെയ്യാം. ഈ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ അടുത്ത മൂവിൽ ക്വീൻ ഉപയോഗിച്ച് G6ലെ പോയിന്റ് ചെക്ക് വരും. അപ്പോൾ എന്തായാലും H8ലേക്ക് തന്നെ മാറേണ്ടി വരും. ആ സമയത്ത് ക്വീൻ H7ലേക്ക് ഒന്ന് ചെക്ക് വരുമ്പോൾ ചെക്ക്മേറ്റ് ആവും. അല്ലാതെ ഈ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യാതെ കിങ്ങിനെ G8ലേക്കാണ് മൂവ് ചെയ്താലും ക്വീൻ ഉപയോഗിച്ച് G6ലെ പോയിന്റ് ചെക്ക് വരും. ഇവിടെ ഇപ്പോൾ 2 ഓപ്ഷനേ ഉള്ളൂ. ഒന്നുകിൽ നൈറ്റ് വെച്ച് ബ്ലോക്ക് ചെയ്യാം, അല്ലെങ്കിൽ കിങ്ങിനെ F8ലേക്ക് മൂവ് ചെയ്യാം. നൈറ്റ് വെച്ച് ബ്ലോക്ക് ചെയ്യണമെങ്കിൽ ക്വീൻ വെച്ച് നൈറ്റ് ചെക്ക് വരുമ്പോൾ ചെക്ക്മേറ്റ് ആണ്. അല്ലാതെ കിങ്ങിനെ F8ലേക്കാണ് മൂവ് ചെയ്താലും റൂക്ക് വെച്ചോ ക്വീൻ വെച്ചോ ചെക്ക് വരുമ്പോൾ ചെക്ക്മേറ്റ് ആവും. ഇതെല്ലാം മനസ്സിലായിക്കൊണ്ടാണ് ഈ പൊസിഷനിൽ വൈറ്റ് റൂക്കിനെ സാക്രിഫൈസ് ചെയ്തുകൊണ്ട് ചെക്ക് വന്നപ്പോൾ തന്നെ ബ്ലാക്ക് തോൽവി സമ്മതിച്ചത്. വളരെ രസകരമായിട്ടുള്ളൊരു ഗെയിമായിരുന്നു. ഈ ഗെയിം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.